ഹല്ലേലൂയ. വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്കുണ്ടായ ഒരു ദർശനം പറഞ്ഞുകൊണ്ട് അച്ഛൻ ഈ വചന ശുശ്രൂഷ ആരംഭിക്കട്ടെ. വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് ഇങ്ങനെ ദർശനമുണ്ടാവുകയാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ ഒരു കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുന്നു. പ്രശാന്ത സുന്ദരമായ കടൽ. ആ കടലിൽ ഒരു വലിയ നൗക കപ്പലിങ്ങനെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഡോൺ ബോസ്കോ ദർശനത്തെ കാണുകയാണ്. ഈ വലിയ കപ്പലിനെതിരായി 4 ദിക്കുകളിൽ നിന്ന് മറ്റനേകം കപ്പലുകളും കുഞ്ഞു ബോട്ടുകളൊക്കെ വരികയാണ് വലിയ കപ്പലിനെ ലക്ഷ്യമാക്കി. പെട്ടെന്ന് അന്തരീക്ഷം മാറുകയാണ്. കാറ്റും കോളും ഉണ്ടാകുന്നു. ഈ കടൽ ഇങ്ങനെ ആടി ഉലയുന്നു. കപ്പൽ എല്ലാം ഇങ്ങനെ ആടി ഉലയുകയാണ്. പെട്ടെന്ന് ഈ വലിയ കപ്പലിനെ മറ്റു കപ്പലുകൾ വന്നവർ ആക്രമിക്കാൻ തുടങ്ങി. വലിയ കപ്പലിനെ. ഇപ്പോൾ ഡോൺ ബോസ്കോ നോക്കുകയാണ്, ഏതാണ് ഈ വലിയ കപ്പൽ. ഡോൺ ബോസ്കോയുടെ ദർശനത്തിൽ ഇങ്ങനെ വ്യക്തമായി കാണാം. ആ വലിയ കപ്പലിൻ്റെ അമരത്ത് മാർപ്പാപ്പ നിൽക്കുന്നു. വൈദികരും കന്യാസ്ത്രീകളും മെത്രാന്മാരും എല്ലാം നിറഞ്ഞ ഒരു വലിയ കപ്പൽ. ഡോൺ ബോസ്കോയ്ക്ക് മനസ്സിലായി ആ കപ്പൽ എന്താണ്? തിരുസഭയാണ്. ഇപ്പം തിരുസഭ ഇങ്ങനെ ആക്രമിക്കുകയാണ് പല സൈഡിൽ നിന്ന്. അവസാനം ഒരുപാട് വൈദികർ വെടിയേറ്റ് വീഴുന്നു, കന്യാസ്ത്രീമാർ മരിച്ചു വീഴുന്നു. ഈ കപ്പൽ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പതിയെ താഴുകയാണ്. അമരത്ത് നിൽക്കുന്ന മാർപ്പാപ്പ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങളിതാ മുങ്ങിത്താഴാൻ പോകുന്നു, രക്ഷിക്കണമേ. പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയാണ്. ഡോൺ ബോസ്കോ ആ ദർശനത്തിൽ കാണുകയാണ്, ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന താഴ്ന്നുകൊണ്ടിരിക്കുന്ന ആ കപ്പലിൻ്റെ വലതുവശത്ത് വലിയൊരു തൂൺ ഉയർന്നു വരികയാണ്. വലിയ തൂൺ, വെണ്മയാർന്ന വലിയൊരു തൂൺ ഇങ്ങനെ ഉയർന്നു വന്ന് നിന്നു. ഡോൺ ബോസ്കോ നോക്കുമ്പോൾ ആ തൂണിൻ്റെ മുകളിൽ കാണുന്ന എന്താണെന്നറിയാവോ? വിശുദ്ധ കുർബാന. ആ തൂണിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ക്രിസ്ത്യാനികളുടെ ജീവൻ. ദർശനത്തിൽ വീണ്ടും ഡോൺ ബോസ്കോ കാണുകയാണ്, ഈ കപ്പലിൻ്റെ ഇടതുവശത്ത് നിന്ന് മറ്റൊരു വലിയ തൂണ് ഇങ്ങനെ ഉയർന്നു വരികയാണ്. വലതുവശത്തുള്ള തൂണ് പോലെ തന്നെ ഇടതുവശത്തു നിന്നൊരു വെണ്മയാർന്നൊരു തൂണ് ഇങ്ങനെ ഉയർന്നു വന്ന് നിൽക്കുകയാണ്. ഡോൺ ബോസ്കോ നോക്കുമ്പോൾ ആ തൂണിൻ്റെ മുകളിൽ പരിശുദ്ധ അമ്മയുടെ രൂപം. ആ തൂണിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ക്രിസ്ത്യാനികളുടെ സഹായം. പെട്ടെന്ന് മാർപ്പാപ്പയ്ക്ക് സന്ദേശം, സ്വർഗത്തിൻ്റെ സന്ദേശം കിട്ടുകയാണ്. താഴ്ന്നുകൊണ്ടിരിക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന ആ കപ്പലിനെ ഈ തൂണുകളോട്, ഈ 2 തൂണിനോടും ചേർത്ത് നങ്കൂരമുറപ്പിക്കാൻ, കെട്ടാൻ, ഇങ്ങനെ ചേർത്ത് വയ്ക്കാൻ മാർപ്പാപ്പ എന്ത് ചെയ്യാണ്? ആ വലിയ കപ്പലിനെ ഈ 2 തൂണിനോടും ചേർത്ത് കെട്ടിയിടും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? ആ കാലാവസ്ഥയിൽ മാറ്റം വരുന്നു, പ്രകൃതി പ്രശാന്തമാകുന്നു, കാറ്റും കോളും നിലച്ചു. ഈ ആക്രമിക്കാൻ വന്ന ചെറിയ കപ്പലും വലിയ കപ്പലും എല്ലാം തകർന്ന് തരിപ്പണമായി. ഈ വലിയ നൗക പ്രശാന്ത സുന്ദരമായി ആ കടലിലൂടെ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലൂടെ കർത്താവ് നൽകിയ സന്ദേശം എന്തെന്നറിയാവോ? തിരുസഭ എന്നും താങ്ങി നിർത്തുന്ന 2 സത്യങ്ങളാണ്, വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും. എന്നൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുവോ അന്നെല്ലാം നാം ആശ്രയിക്കേണ്ടത് വിശുദ്ധ കുർബാനയിലും പരിശുദ്ധ അമ്മയിലുമാണ്. ഹല്ലേലൂയ. എന്നൊക്കെ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടുണ്ട്. വിശുദ്ധ ഡൊമിനിക്കിലൂടെ കൊന്തയില്ലേ നമുക്ക്? കൊന്ത വിശുദ്ധ ഡൊമിനിക് പുണ്യവാനിലൂടെ കിട്ടിയതാണ്. എപ്പോഴാണെന്നറിയാവോ? തിരുസഭ വലിയൊരു അൽബജേനിയൻ പാഷാണ്ഡതയിൽപ്പെട്ട് ഇങ്ങനെ ആടി ഉലഞ്ഞപ്പോൾ, ഒരു വലിയ പാഷാണ്ഡത സഭയെ വിശ്വാസ തകർച്ചയിലേക്ക് നയിച്ച് ഒരുപാട് പേര് തിരുസഭ വിട്ടുപോയി. അതിൻ്റെ വേദനയിൽ ഡൊമിനിക് പുണ്യവാളൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം കൊടുത്തതാണ് ഏത്? കൊന്ത. അതുപോലെ സ്വർഗത്തിൻ്റെ മറ്റൊരു ആയുധമാണ് ഉത്തരീയം വെന്തിങ്ങ, പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെട്ടതാണ്. കർമ്മലിത്ത സഭ വലിയൊരു തകർച്ചയിലേക്ക് പോകുമ്പോൾ ആ സഭയുടെ തലവനായ വിശുദ്ധ സൈമൺ സ്റ്റോക്കിനിലൂടെ
പരിശുദ്ധ അമ്മ നൽകിയ ഒരു ആയുധമാണിത്, ഉത്തരീയം, വെന്തിങ്ങ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം പട്ടാളക്കാർക്ക് അവരുടെ യൂണിഫോം ഉണ്ട്, പോലീസുകാർക്കുണ്ട്, അല്ലേ, നേഴ്സുമാർക്കുണ്ട്, സ്കൂൾ കുട്ടികൾക്ക് പോലും അവരുടെ സ്കൂളിനനുസരിച്ചുള്ള യൂണിഫോം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മ തൻ്റെ മക്കൾക്ക് നൽകിയ യൂണിഫോം ഏതാണ്? ഉത്തരീയമാണ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ ഒരു യൂണിഫോമാണ് ഏത്? ഉത്തരീയം. നോക്കിക്കുക, അതുകൊണ്ട് അച്ഛൻ പറയും കൊന്ത കയ്യിൽ പിടിക്കുന്ന ആയുധമാണ്, കഴുത്തേൽ ധരിക്കുന്ന ആയുധമാണ് ഏത്? ഉത്തരീയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർമ്മല മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉത്തരീയ ഭക്തിയിലോട്ട് തിരിച്ചു വരണം. അച്ഛൻ നിങ്ങളോടൊരു സാക്ഷ്യം പറയുകയാണ്. ഇത് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയ്ക്ക് വലിയൊരു സാക്ഷ്യമാണ്. അച്ഛൻ നിങ്ങളത് വിശ്വസിക്കാൻ വേണ്ടി തെളിവ് സഹിതമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. 2005 നവംബർ മാസം ഷാലോം ടൈംസിൽ വന്ന ഒരു വാർത്ത, 2005 നവംബറിൽ. അതിൻ്റെ തലക്കെട്ടിങ്ങനെയാണ്: ഉന്നം തെറ്റി പക്ഷെ ഉത്തരീയം കാത്തു. ഉന്നം തെറ്റി പക്ഷെ ഉത്തരീയം കാത്തു. ഉത്തരീയത്തിൻ്റെ വലിയൊരു അത്ഭുതം. ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു വൈദികനാണ്, ഫാദർ പൈലോ SDB. ആ അച്ഛൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവരുടെ പള്ളി വന്ന വികാരിയച്ഛൻ്റെ സാക്ഷ്യമാണത്. ആ വികാരിയച്ഛൻ്റെ പേര് തോമസ് മഞ്ഞക്കാട് എന്നാണ്. തോമസ് മഞ്ഞക്കാട് എന്ന് പറഞ്ഞ ഒരു വൈദികൻ്റെ ജീവിതത്തിലെ സംഭവം എന്താണെന്നറിയോ? അത് ഈ തോമസ് മഞ്ഞക്കാട് അച്ഛൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഒരുക്കം നമുക്കറിയാം. ഡീക്കന്മാരായിരുന്നിട്ട് 6 മാസം കഴിയുമ്പോഴൊക്കെയാണ് പട്ടം കിട്ടുക. ഡീക്കൻ പട്ടത്തിന് ശേഷമാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്ത് സെമിനാരിയിൽ ആണ് തിരുപ്പട്ടം കൊടുത്തിരുന്നത്. ചമാച്ചന്മാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് തിരുപ്പട്ടം കൊടുക്കും. പിന്നെ ഓരോ അച്ഛന്മാർ അവരുടെ ഇടവകയിൽ പോയി പിന്നീട് ബലിയർപ്പിക്കും. അപ്പോൾ ഈ സെമിനാരിയിൽ തിരുപ്പട്ടത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, തിരുപ്പട്ടത്തിന് മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുക്കൾ, സ്വന്തക്കാരൊക്കെ ആയിട്ട് ഒരു വലിയ ജനക്കൂട്ടം എവിടെ ഉണ്ടാവും? തലേ ദിവസം സെമിനാരിയിൽ. അപ്പോൾ ഈ സംഭവത്തിൽ പറയുകയാണ്, ഈ തിരുപ്പട്ടത്തിൻ്റെ തലേ ദിവസം എല്ലാവരും വന്ന് സെമിനാരിയിൽ താമസിക്കുന്നു. എല്ലാവർക്കുമുള്ള ഭക്ഷണം ക്രമീകരിച്ചിരിക്കുകയാണ്. ഒരു 700-800 പേരുണ്ട്. അപ്പോൾ ഇതിനകത്ത് സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഒരുക്കിയത് സെമിനാരിക്കാർ തന്നെയാണ്. സെമിനാരിയിലെ പോത്തിനെയും കാളയനൊക്കെ വെട്ടി അങ്ങനെ വലിയൊരു സദ്യ ഒരുക്കുകയാണ്. ഉച്ചയൂണ് കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി പോയി. ഈ സമയത്ത് ഈ തോമസ് മഞ്ഞക്കാടൻ, അന്ന് ഡീക്കനാണ്, പിറ്റേ ദിവസമാണ് തിരുപ്പട്ടം, ഇങ്ങനെ വരാന്തയിലൂടെ നടക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. നാളെ തിരുപ്പട്ടമാണ്, ഒരുങ്ങുകയാണ്. ഡീക്കന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ പോത്തിൻ്റെയും കാളയുടെയൊക്കെ ഈ വേസ്റ്റ് അവിടെ ഇവിടെ കിടക്കുന്നത് കൊത്തിപ്പറിക്കാൻ വേണ്ടി കാക്കകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാക്കകൾ വന്നതെല്ലാം ഇങ്ങനെ കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാക്കകളുടെ ശല്യം, ബഹളം സഹിക്കാൻ പറ്റാതെ കുശ്നിക്കാരൻ ചേട്ടൻ, കിച്ചണിൽ കുശ്നിക്കാരൻ ചേട്ടൻ ഒരുപാട് കാക്കകളെ ഓടിച്ച് പരിചയമുള്ള ആളാണ്. അയാൾ പറയാണ്, ഈ കാക്കകൾ ഓർണം ചത്താൽ ഇതെല്ലാം പോകുമെന്ന് പറഞ്ഞാൽ അയാൾ എന്തെന്നറിയാവോ? തോക്കെടുത്തുകൊണ്ട് വന്ന് കിച്ചണിൽ സൂക്ഷിച്ച്, എയർഗണ്ണില്ലേ, അത് വന്നിട്ട് ഈ ചെമ്മാച്ചന്മാരെല്ലാം മുകളിൽ നടക്കുകയാണ്. അപ്പോൾ അവിടെ മരത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തിരിക്കുകയാണ്? ഈ കാക്കകളിരിക്കുകയാണ്. കുശ്നിക്കാരൻ കാക്കയെ ഉന്നം വെച്ച് ടേ എന്ന് പറഞ്ഞ് പൊട്ടിച്ച്. പക്ഷെ കാക്കയ്ക്കല്ല കൊണ്ടത്, ഡീക്കനാണ് കൊണ്ടത്. എൻ്റെ അമ്മേന്നും പറഞ്ഞ ഒരു ഡീക്കൻ തോണ്ട് താഴെ, തോമസ് മഞ്ഞക്കാടൻ ഡീക്കൻ താഴെ വീണ് വെടിയുണ്ട അദ്ദേഹത്തിന് കൊണ്ടു. പെട്ടെന്ന് ബാക്കി ചെമ്മാച്ചന്മാരും റക്ടറും അച്ഛനെല്ലാം ഓടി വന്ന്, ചോരയില്ല, ബോധം കെട്ട് കിടക്കുന്നേ ഉള്ളൂ. അവർ പതുക്കെ ലോഹം ഊരി നോക്കി, ഇത് വെടിയുണ്ട് എങ്ങോട്ട് പോയി? ശൂന്യാകാശത്തിലോട്ട് വല്ലതും പോയോ? കാരണം കൊള്ളുന്ന ശബ്ദം കേട്ടതാണ്. അടുത്ത് നിൽക്കുന്ന ചെമ്മാച്ചന്മാർ പോലും കൊള്ളുന്ന ശബ്ദം ടെക് എന്ന് കേട്ടതാണ്. നോക്കുമ്പോൾ ലോഹയിൽ തുളയൊക്കെ ഉണ്ട്. എന്താ സംഭവിച്ചെന്നറിയാവോ? ഈ തോമസ് മഞ്ഞക്കാട് എന്ന് പറയുന്ന ഡീക്കൻ്റെ കഴുത്തിൽ നല്ല കട്ടിയുള്ള ഉത്തിരിയും ഉണ്ടായിരുന്നു. ആ തിരയില്ലേ, നിങ്ങൾ AK-47 ആ തോക്ക് അങ്ങനെ സങ്കല്പിക്കരുത്. അത് കൊണ്ടത് ശരിക്കും ചങ്കിൻ്റെ അങ്ങോട്ടേക്കാണ്. പക്ഷെ ഉത്തിരിയും കിടന്നുകൊണ്ട് ഉത്തിരിയത്തിൽ തട്ടി അത് തെറിച്ചു പോയി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഉത്തരേത്തെ തട്ടി അത് തെറിച്ചുപോയി. അച്ഛൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. നിങ്ങളത് ശാലോമിൽ ചോദിച്ചറിയാം. അതായത് 2005 നവംബർ ശാലോമിൽ ഒരു വൈദികൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്, ഉത്തരീയത്തിന് വെടിയുണ്ടകളെ തകർക്കാൻ സാധിക്കും. പിശാച് കൊളുത്തിവിടുന്ന വെടിയുണ്ടകളെ തടഞ്ഞു നിർത്തണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആയുധം നമ്മൾ ധരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഉത്തരീയത്തിലൂടെ സംരക്ഷണം ലഭിച്ചത്. അതുകൊണ്ട് സ്വർഗം നൽകിയ ഈ സമ്മാനത്തിന് നമുക്ക് നന്ദി പറയാം. കർമ്മല മാതാവിൻ്റെ തിരുനാളിൽ ഉത്തരീയം ധരിക്കാനും ഉത്തരീയം ധരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാനും നമുക്ക് തീരുമാനമെടുക്കാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.